നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അച്ഛന്മാരുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ പ്രത്യേകമായ പരിഗണന കൊണ്ട് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ചേഞ്ചസ് ആണ്. നമുക്കറിയാം വീടുകളിൽ ഒട്ടുമിക്ക വീടുകളിലും, ഇല്ലാത്ത വീടുകളെന്നല്ല, എല്ലാ വീടുകളെ അടച്ചല്ല പറയുന്നത്, ഒട്ടുമിക്ക വീടുകളിലും കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിലെ റെസ്പോൺസിബിലിറ്റി എപ്പോഴും അമ്മമാരുടെ തലയിലായിരിക്കും അല്ലെങ്കിൽ അമ്മമാരുടെ തൊഴിലായിരിക്കും അല്ലേ. അച്ഛന്മാർ ബിസി ആയതുകൊണ്ടാവാം, അവർക്ക് വേറെ ജോലി തിരക്കുള്ളതുകൊണ്ടാവാം, അങ്ങനെ പല പല റീസൺസ് ഉണ്ടാവാം. അത് മോശമെന്നല്ല പറയുന്നത്. പക്ഷെ എപ്പോഴും കുഞ്ഞുങ്ങളുടെ ആ ഒരു ലോകം, അതായത് അവരുടെ ഫ്യൂച്ചറിലേക്കുള്ള വളർച്ച ഏറ്റവും കൂടുതൽ നല്ല പവർഫുൾ ആക്കുന്നത് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അച്ഛൻ്റെ സ്നേഹം കൂടുമ്പോഴാണ് കേട്ടോ. അമ്മമാരുടെ സ്നേഹം ഇതുകൊണ്ട് ഉപയോഗമില്ല എന്നല്ല, അല്ലെങ്കിൽ വേസ്റ്റ് ആണെന്നല്ല, അച്ഛൻ്റെ ആ ഒരു സ്നേഹത്തിന് അത്ര വിലയുണ്ട്. പലരും അത് മനസ്സിലാക്കുന്നില്ല. അച്ഛന്മാരെ കുഴപ്പമില്ലാതെ അവൾ നോക്കിക്കോളും എന്നുള്ള ഒരു ചിന്ത കൊണ്ട് ശ്രദ്ധിക്കാതിരിക്കുന്നവരുണ്ട്. അപ്പം ഫാദേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ട് കുഞ്ഞുങ്ങളുടെ ആ ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ അവരുടെ വളർച്ചയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ എന്തൊക്കെയാണെന്ന് പറയാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഓരോ ഹഗ്ഗും, ഓരോ ദിവസവും അവരെ കെട്ടിപ്പിടിക്കുന്നത്, അതിനൊക്കെ വലിയ പവറുണ്ട്. അവരുടെ ആ ഒരു എന്താ പറയുക, ജീവിതത്തിനെ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് പറയുന്ന വാക്കുകളായിരിക്കില്ല, പക്ഷെ അത് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയുന്ന ചില നല്ല നല്ല വാക്കുകളായിരിക്കും. അപ്പം നമ്മൾ ആദ്യമേ തുടങ്ങേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാം, സ്കൂളിലെ കാര്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പേരൻസ് മീറ്റിംഗ് അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികളുടെ എല്ലാ കാര്യത്തിനും പോകുന്ന മിക്ക വീടുകളിലും അമ്മമാരായിരിക്കും. ഈവൻ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പോലും അമ്മമാരായിരിക്കും കൂടുതലും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും അച്ഛന്മാർ ലീവ് എടുത്ത് ഇതിന് പോകണം എന്നല്ല, ഇടയ്ക്കിടയ്ക്ക് അച്ഛന്മാർക്കും അറ്റൻഡ് ചെയ്യാം. കുട്ടികളുടെ പേരൻസ് മീറ്റിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ആനുവൽ ഡേയോ സ്പോർട്സ് ഡേയോ, നമ്മൾ പേരൻസ് പങ്കെടുക്കണ്ട, നമ്മുടെ പ്രസൻസ് ആവശ്യമുള്ളിടത്ത് ഇടയ്ക്കിടയ്ക്ക് അച്ഛന്മാരും ചെല്ലുക. അത് കുഞ്ഞുങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുമെന്ന് മാത്രമല്ല, അവർക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ട് വളരെ വലുതാണെന്നുള്ളത് മനസ്സിലാക്കാനും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ വാല്യൂ ഒക്കെ മനസ്സിലാക്കാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഈ ഒരു കാര്യം കൊണ്ട്. അതായത് എപ്പോഴും അമ്മമാരാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം, ഓ എൻ്റെ പേരൻസ് മീറ്റിംഗ് അമ്മയാണ് വരുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛന്മാരാണ് സ്ഥിരമായിട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അവർക്കതിന് വലിയ വില കാണില്ല. അപ്പം നേരെ തിരിച്ച് നമ്മൾ രണ്ട് രീതിയിലും, അതായത് അമ്മമാരെ പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് അച്ഛന്മാർ ചെന്ന് നോക്കിക്കഴിഞ്ഞു നമുക്കിടെ ഒരു സപ്പോർട്ട് കുഞ്ഞുങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് കൂട്ടും. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ അമ്മമാരെയൊക്കെ കൂടുതലായിട്ട് അച്ഛന്മാർ കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചെറിയ രീതിയിലുള്ള സേഫ് ആയിട്ടുള്ള റിസ്ക് എടുക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കണം. നമ്മൾ എന്ന് പറഞ്ഞാൽ ചില അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവരെ എൻകറേജ് ചെയ്യുക. സ്പോർട്സ് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, കുട്ടികൾക്ക് പേടിയുള്ള കാര്യങ്ങൾ എന്നാൽ അത് സേഫായിട്ട് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ അവരെ എൻകറേജ് ചെയ്യുക. അവിടെ അമ്മേനേക്കാളും അച്ഛൻ ഹെൽപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അച്ഛൻ ഇൻഫോഴ്സ് ചെയ്യുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് അതിന് കോൺഫിഡൻസ് കൂടുതൽ വരിക. നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറയാം, നമ്മുടെ ചില കാര്യങ്ങൾ ഞാൻ ചെറിയ ഇവൻസ് പോലും ഓർത്ത് വയ്ക്കാറുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ ഞങ്ങൾ ക്രിസ്മസ് വെക്കേഷന് ആലപ്പുഴ നമ്മൾ സ്റ്റേക്കേഷന് വേണ്ടി പോയ സമയത്ത് ആലപ്പുഴ ഒരു ചെറിയ പാർക്കിൽ പോയി. അപ്പോൾ അവിടെ ഒട്ടുമിക്ക മറ്റ് റൈഡ്സും തന്നെ വർക്കിംഗ് അല്ലായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആയ രീതിയിൽ, അതായത് തുരുമ്പെടുത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരെണ്ണം ഇങ്ങനെ നിറയെ മണലിട്ടിട്ട് നമുക്കറിയാമല്ലോ, ഈ രണ്ട് കമ്പിയിൽ ഇങ്ങനെ വള്ളികൾ കെട്ടിയിട്ട്, കട്ടിയുള്ള വള്ളി കെട്ടിയിട്ട് അതേ കൂടെ പിള്ളേർ പിടിച്ചു കയറിയിട്ട് അപ്പുറ സൈഡിൽ കൂടെ കടന്ന് മേളിൽ ചെന്ന് അതിൽ കൂടെ കടന്ന് അപ്പുറ സൈഡിലേക്ക് കടന്നിട്ട് താഴേക്ക് ഇറങ്ങണം. അപ്പോൾ താഴെ വീണാലും പ്രത്യേകിച്ചൊന്നും പറ്റില്ല, അവിടെ മണൽ നിറയെ ഇട്ടിട്ടുണ്ട്, പക്ഷെ വീഴുമില്ല. അപ്പോൾ അത് മേളിൽ വരെ കയറിയിട്ട് ആ മേളത്തെ കമ്പീനെ മറികടന്ന് അപ്പുറം കിടക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ചലഞ്ച്. അപ്പോൾ ഇവൻ കുറേ നേരമായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവന് പേടിയാണ്. മേളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവൻ കാലിങ്ങനെ എടുത്ത് ആ കമ്പിയുടെ മേളിൽ വയ്ക്കുന്നുണ്ട്, അപ്പുറത്തേക്ക് ഇടാൻ അവന് പേടി. കുറേ നേരം ഞങ്ങൾ രണ്ടുപേരും അപ്പുറം ഇപ്പുറം നിന്ന് പറഞ്ഞു, പക്ഷേ അവൻ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ അവൻ ചെയ്യാൻ സാധ്യതയില്ല, അവന് പേടിയുള്ളതുകൊണ്ട് എന്ന് കരുതിയിട്ട് ഞാൻ ഇളയ ആളെയും കൊണ്ട് അങ്ങ് മാറിപ്പോയി. പക്ഷെ അവൻ്റെ അച്ഛൻ അവിടെ തന്നെ നിന്ന് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു, ചെയ്യ് എന്ന് പറഞ്ഞിട്ട്. അവസാനം അവനത് ചെയ്തു, അപ്പുറം സൈഡിലേക്ക് കടന്നു. അപ്പോൾ ഒരു പ്രാവശ്യം കടന്നു കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി, കോൺഫിഡൻസ് കൂടി. അപ്പോൾ പിന്നെ ആൾ പിന്നെയും കയറി. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ ആ രീതിയിലൊരു ചെറിയ സേഫ് ആയിട്ടുള്ള റിസ്ക് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ ഇനിഷ്യേറ്റീവ് എടുക്കുക
എടുക്കുകയാണ് നമ്മളെന്നുണ്ടെങ്കിൽ അവർക്ക് കോൺഫിഡൻസ് ലെവൽ നല്ല രീതിയിൽ വർദ്ധിക്കും. പിന്നെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ട ചില ചെറിയ കാര്യങ്ങളിലേക്കൊക്കെ നല്ല അഡാപ്റ്റബിലിറ്റി കുഞ്ഞുങ്ങൾക്ക് കൂടും, ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതാണ് വേറൊരു കാര്യം നമുക്ക് ചെയ്യും. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കാനായിട്ട് കൂടുക എന്നുള്ളതാണ്. അപ്പോൾ അച്ഛന്മാർ കളിക്കാൻ കൂടി കഴിയുമ്പോഴേക്കും അവർക്ക് ഒരു പ്രത്യേക സന്തോഷമാണ്. നമുക്കറിയാം ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ചില കുട്ടികളുണ്ട് അമ്മമാരുടെ കയ്യിൽ മാത്രം തൂങ്ങി എല്ലാത്തിനും അമ്മമാരെ ആശ്രയിച്ച് നടക്കുന്ന കുട്ടികൾ. പക്ഷെ ചില കുട്ടികൾക്ക് എപ്പോഴും അച്ഛന്മാരുടെ കൂടെ പോകാനായിരിക്കും ഇഷ്ടം. അച്ഛൻ്റെ കൈ പിടിച്ച് അച്ഛൻ്റെ കൂടെ അവിടെ പോകുക, അച്ഛൻ്റെ കൂടെ ഇരിക്കുക, ഫുഡ് കഴിക്കാൻ നേരം അച്ഛൻ്റെ അടുത്തിരിക്കുക, അങ്ങനെയുള്ള കുട്ടികൾ കുറേ പേരുണ്ട്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ശരിക്കും അച്ഛന്മാരെ ഹീറോസ് ആയിട്ട് കാണുന്നവരാണ്. അത് മോസ്റ്റ്ലി അവരുടെ വീട്ടിൽ നിന്നുള്ള ആ കിട്ടുന്ന ആ ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ അച്ഛൻ അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ എന്താ പറയുക കൂടെ ഇരുന്ന് അവരിൽ ഒരാളായി മാറി അവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കുട്ടികൾ അങ്ങനെ ആകുന്നത്. മിക്കയിടത്തും നമുക്കറിയാം വീടുകളിൽ അമ്മമാരായിരിക്കും എല്ലാവരും വഴക്കുറയിലും അടിക്കലിനും ഒക്കെ മുന്നിൽ നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ളിടത്ത് കൂടുതലും അച്ഛൻ്റെ അടുത്തായിരിക്കും കുട്ടികൾക്ക് കുറച്ചും കൂടെ ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലും. കുഴപ്പമില്ല, അങ്ങനെ കാണുന്നത് നമ്മൾ അമ്മമാർക്ക് പ്രൗഡായിട്ട് തന്നെ കരുതും. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ അച്ഛന്മാരെ ഹീറോസായിട്ട് കാണുന്നത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളങ്ങനെ കുട്ടികളുടെ കൂടെ സ്പോർട്സിലൊക്കെ കൂടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പുറത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ കളി, ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോവും മുറ്റത്തിറങ്ങി നിന്നിട്ട്, അല്ലെങ്കിൽ വെറുതെ ബോൾ തട്ടി കളിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. എന്നാൽ പോലും അത് അവരുടെ മൈൻഡിൽ വലിയ ഒരു സംഭവമാണ് അങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ആ ഒരു കളിയുടെ സന്തോഷം മാത്രമല്ല അവരുടെ മൂഡിനെ തന്നെ അത് മാറ്റും. പിന്നെ അവർക്ക് നല്ല ട്രസ്റ്റ് ഉണ്ടാവും, പേരൻസിനോടുള്ള ഒരു ട്രസ്റ്റ് കൂടും. പിന്നെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാനാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരമെങ്കിലും ടൈം, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ മാറ്റി വയ്ക്കാൻ പറ്റുവാണെങ്കിൽ അത്ര വലിയ കാര്യം. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈമാണ്. ഇനി ഫ്യൂച്ചറിലേക്ക് ചിലപ്പോൾ നമ്മൾ കൊടുക്കാമെന്ന് വിചാരിക്കുന്ന സമയത്ത് അവർക്ക് സമയം ഉണ്ടാവില്ല നമ്മുടെ ഇത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അവർക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ നമ്മുടെ സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു കഴിയുമ്പോൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാം. നമുക്കിപ്പം ഒന്നും പ്രെഡിക്റ്റ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ അവരെ വളർത്തിയെടുക്കാൻ പറ്റില്ല. ഫ്യൂച്ചറിലേക്ക് എന്നെ ഇവൻ നോക്കും അല്ലെങ്കിൽ ഇവളെന്നെ നോക്കും എന്ന് വിചാരിച്ചിട്ട് അതൊന്നും പറ്റില്ല. അവരുടെ നല്ലതിന് വേണ്ടി നമുക്ക് പറ്റുന്നത് ചെയ്തു കൊടുക്കുക എന്നേ ഉള്ളൂ. പിന്നെ ഇമോഷണൽ സപ്പോർട്ടാണ് അടുത്തത്. ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ അമ്മമാരെ അല്ലെങ്കിൽ സ്ത്രീകളെക്കാൾ കൂടുതൽ എപ്പോഴും ഒരു ഇമോഷണൽ കൺട്രോൾ ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ എപ്പോഴും അച്ഛന്മാരിൽ അത് വ്യത്യസ്തമായിരിക്കും. അവർ കുറച്ചും കൂടി കൺട്രോൾ ചെയ്തിട്ട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നവരായിരിക്കും. നമ്മൾ അമ്മമാരെന്ന് പറഞ്ഞാൽ ദേഷ്യം വന്നാൽ അപ്പം തന്നെ ദേഷ്യം പറഞ്ഞു അടിച്ചു അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞു, അതുമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സങ്കടം വന്നാൽ നമ്മളത് കരഞ്ഞ് അവിടെ തീർക്കും. അച്ഛന്മാരങ്ങനെയല്ല, കുറച്ചും കൂടി കൺട്രോൾഡ് ആയിട്ടായിരിക്കും അവരുടെ ഇമോഷൻസ് വരുന്നത്. അപ്പം അതാണ് കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള വേ. എന്ന് കരുതി അവരുടെ ഇമോഷൻസ് ഒന്നും ഒതുക്കി വെക്കണം എന്നല്ല പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് സങ്കടം വന്നാൽ കരയാൻ അവരെ പഠിപ്പിച്ചു കൊടുക്കണം, സന്തോഷം വന്നാൽ ചിരിക്കാനും അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് എൻജോയ് ചെയ്യാനും അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. എന്ന് മാത്രമല്ല ഇമോഷണൽ കൺട്രോൾ വേണ്ടിടത്ത് നമ്മളത് ചെയ്യാനും കൂടി, അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്താണെന്നുള്ളതും കൂടി നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുക. ഇതിന് അച്ഛനാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ അച്ഛൻ്റെ ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ വളർച്ച നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് ചെയ്യണം എന്നല്ല, ഇതിൽ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. കാരണം ഇപ്പം നമ്മൾ രാത്രി കിടക്കാൻ പോവുകയാണ് കുഞ്ഞ്, നമുക്കറിയാം ചില വീടുകളിലൊക്കെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ രാത്രി കിടന്നു കഴിയുമ്പോൾ പേടിച്ചിട്ട് കരയുന്നത്, അല്ലെങ്കിൽ സങ്കടം വന്നിട്ട് കരയുന്ന കുട്ടികളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ പേടിച്ച് മൂത്രം ഒഴിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തോ അവരുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് രാത്രിയാകുമ്പോൾ കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ. അപ്പം നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് നേരം അവരുടെ കൂടെ ഇരുന്നൊന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവരെ ഒന്ന് ഹാപ്പി ആക്കിയിട്ട് കൊണ്ട് കിടത്തുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ആ ഒരു ക്യാരക്ടർ, അതായത് രാത്രി പേടിച്ച് കരയുക അല്ലെങ്കിൽ രാത്രി കരയുന്ന സ്വഭാവമൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആവും. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കും, നമുക്ക് വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇമോഷണലി അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ഈ പറയുന്നത് കുറേ കുട്ടികൾക്കുള്ള ഒരു പ്രശ്നമാണിത്, രാത്രി ഇങ്ങനെ പേടിച്ച് കരയുക എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ മൈൻഡിൽ എന്തൊക്കെയോ ഡിസ്റ്റർബൻസ് കൊണ്ട് അവർ പോയി കിടക്കുമ്പോഴാണിത്. അല്ലെങ്കിൽ നമ്മൾ വഴക്ക് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അടി വെച്ച് കൊടുത്തിട്ടൊക്കെ കിടത്തുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ കുഞ്ഞുങ്ങൾ കരഞ്ഞൊക്കെ ഉറങ്ങിപ്പോവില്ല. അങ്ങനെയൊക്കെ ഉറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായിട്ടുള്ള രീതിയാണ്. നമ്മൾ കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് എപ്പോഴും അവരെ ഹാപ്പി ആക്കിയിട്ട് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് അവർക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളും ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങും. അവരുടെ ഒരു എന്താ പറയുക കാമായിട്ട് അവർക്ക് രാവിലെ വരെ ഉറങ്ങാൻ പറ്റും.
അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളുള്ള ഈ ഒരു വീഡിയോയിൽ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.